ഹലോ ഗായ്സ്, തായ്ലാൻഡ് ട്രിപ്പിൻ്റെ ഡേ 2ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഡേ 1 ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജും നേരിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മൾ സഫാരി വേൾഡിലാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഫാരി വേൾഡിൽ നമുക്ക് ഒരുപാട് കാണാനുണ്ട്. നമ്മൾ പോയ കാറിലിരുന്നാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. നമുക്ക് ഡയറക്റ്റ് ഇറങ്ങി നടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ കാര്യം പുലിയും സിംഹവും ഒക്കെ വിഹരിക്കുന്ന ഒരു കാടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബിയറിനെ കാണാം. നമ്മൾ കാറിനുള്ളിലിരുന്നാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, കാറെങ്ങാനും ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോൺ അടിച്ചാൽ മതി. അവിടെ റെസ്ക്യൂ സർവീസിന് ആളുണ്ട്. സിംഹം കണ്ടോ, ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടൂലേ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ കാറിൽ സീബ്രയെ കണ്ടോ നിങ്ങൾ? ഒരുപാട് നടക്കാനുണ്ട്. നമുക്ക് കണ്ടാലും തീരാത്ത അത്ര നടന്ന് കാണാനുണ്ട്. ഇതെന്താ അനിമലാണ്? ഇതിൻ്റെ പേര്, ഇത് അൽപ്പക്ക എന്ന് പറയുന്ന ഒരു ഇതാണ് കേട്ടോ. ഒരു ഗോട്ടിൻ്റെ വംശത്തിൽപ്പെട്ടതാണ്. ഈ ക്യാമലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അമ്മല് നല്ല പാട്ട്, പെരിയോനേ റഹ്മാനേ. ഫിഷ് കണ്ടോ? ഈ ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിഷുകളെല്ലാം കൂടെ ഒരുമിച്ചിങ്ങ് വരും. അവിടെ നിന്ന് നേരെ ഞങ്ങൾ നടന്ന് ഇത് കണ്ടോ, വളരെ ഭംഗിയായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അവർ ടൂറിസം ബിസിനസ്സിനെ എത്ര ഭംഗിയായിട്ടാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ഇന്ത്യക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സഫാരി വേൾഡിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ ഒരു മായാ ലോകം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ നമുക്ക് ആ ചൂട് അധികം അടിക്കാതിരിക്കാനായിട്ട്, ഹ്യൂമിഡിറ്റി കുറയ്ക്കാനായിട്ട് മുകളിൽ ഇങ്ങനെ വാട്ടർ പമ്പിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ദേ നമ്മൾ ഒറാങ്കുട്ടാൻ ഷോ കാണാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് ഇത്രയും ഇണങ്ങുന്ന ഒരു മൃഗം. ഇതിനെ കാണിക്കുന്ന ഓരോ വേലകൾ നിങ്ങൾ കണ്ടോ? ടിങ്. യെസ്, ഒറാൻഗുട്ടാൻ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഓരോരോ ഷോകളായിട്ടാണ്. ഒറാൻഗുട്ടാൻ ഷോ, അതുപോലെ തന്നെ ഡോൾഫിൻ ഷോ, സ്കൈ വാർ, അങ്ങനെ പലതരത്തിലുള്ള ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പോൾ നമുക്കിവിടെ കയറുമ്പോഴേ അവർ ഇവിടുത്തെ ഷോസ് ഏതൊക്കെയാണ് അതിൻ്റെ ടൈമിംഗ് ഒക്കെ സൂചിപ്പിക്കാനുള്ളൊരു നോട്ടീസ് തരും. നമ്മളത് കറക്റ്റ് നോക്കിയിട്ട് ആ ഷോ കയറി കാണുക. ഇതിൻ്റെ വികൃതികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. മനുഷ്യനെന്ത് ഭംഗിയായിട്ടാണ് ഇതിനെയൊക്കെ ഈ രീതിയിലൊന്ന് മെരുക്കി എടുത്തേക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഈ സൈക്കിൾ ഓട്ടുന്നുണ്ട്. ഗുസ്തി മത്സരമാണ് ഒറാങ്കുട്ടൻ്റെ. വളരെ കോമഡിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഒറാങ്കുട്ടൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒറാങ്കുട്ടൻ ഷോ ഒത്തിരി സമയമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഒന്ന് ചുരുക്കിയിടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ എലഫൻറ്റ് ഷോ ആണ് കാണാൻ പോകുന്നത് ഗൈസ്. തായ് സുന്ദരിമാരുടെ നൃത്തം കണ്ടോ നിങ്ങൾ? ദേ വന്നല്ലോ ആനക്കുട്ടന്മാർ വാലി പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ടോ? വാലേ 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 എന്ന് പറയത്തില്ല, അതാണ് ഈ വാല്. യെസ്, ഞാൻ ഇതൊക്കെ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അതേ നേരിട്ട് നല്ല നീറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആന വെള്ളം ചീറ്റുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 റോയിലിരിക്കുന്നവർക്ക് ശരിക്കും പണിയാണ്. ഞങ്ങളുടെയൊക്കെ മുകളിൽ വെള്ളം വന്ന് വീണു. ആന പടം വരയ്ക്കുന്ന കണ്ടോ? എത്രത്തോളം ഭംഗിയായിട്ടാണ് അവർ ആ ട്രെയിൻ ചെയ്ത് എടുത്തേക്കുന്നതെന്ന് നോക്കി. തുമ്പിക്കൈ കൊണ്ട് പടം വരയ്ക്കാന്ന് പറഞ്ഞാലൊരു ചെറിയ കാര്യമല്ല. ആനയുടെ ഫുട്ബോൾ.
വീണ്ടും തായ് സുന്ദരിമാരെത്തിയിട്ടുണ്ട് ഡാൻസുമായിട്ട്. വാവ്, അമേസിങ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഇവിടെ 2000 സംതിങ് ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഒറാങ്കുട്ടാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണുമല്ലോ ഷോർട്സിൽ. അങ്ങനെ ഒറാങ്കുട്ടാൻ ഷോയൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ പോയത്, എൻ്റെ ഡാൻസിങ് നിങ്ങൾക്ക് കാണാം, എവിടെ കൊണ്ട് ആക്കിയാലും ഞാൻ അവിടെ ഇരുന്ന് ഡാൻസ് കളിച്ചോളും. നമ്മുടെ ഓരോ സെക്കൻഡും എൻജോയ് ചെയ്യേണ്ടത്. അടുത്തത് കണ്ടോ, ഡോൾഫിൻ ഷോയാണ്. സഫാരി വേൾഡിലെ ഡോൾഫിൻ ഷോയാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വിഷ്വലൈസ് ചെയ്യൂ കേട്ടോ. കാണാത്തവർക്ക് ഇതെല്ലാം കാണാൻ കഴിയട്ടെ. നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷത്തെയും നമ്മൾ എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം. ദൈവം തന്ന ഏറ്റവും വലിയ ദാനമായ നമ്മുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കണം. ഡോൾഫിൻസിനെയൊക്കെ എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവർ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇവർ തായ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് അല്ലേ എന്താ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ഡോൾഫിൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഡോൾഫിൻ കളി കാണിക്കുന്നുണ്ട്, ചാടി ആ ബോൾ തട്ടുന്ന സീനൊക്കെ ഉണ്ട്. ഭയങ്കര അമേസിങ് ആണ് ഡോൾഫിൻ്റെ ഓരോരോ വികൃതികൾ കാണാനായിട്ട്. കാണികൾക്കിടയിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് കൊടുക്കും അതിൻ്റെ വാലുകൊണ്ട്. ഓരോ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോഴും അവർ ഈ ആക്ടിവിറ്റി ചെയ്യിക്കുന്നവരുടെ അടുത്തേക്ക് വരും. അവർ 2 മീൻ വായിലേക്ക് ഇട്ട് കൊടുക്കും, വീണ്ടും അടുത്ത പ്രോസസ്സ് ചെയ്യിക്കും. ഇവർക്ക് ആ മീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാവങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു നമുക്ക്. വാവ്, so elegant, so beautiful, just like a wow. ദേ കാണിക്കുന്ന വേല ഉണ്ടോ? ഓ മൈ ഗാഡ്. വാവ്, ശരിക്കും ഇവർ എന്തോ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഡോൾഫിൻ ചാടുന്നത് ഭയങ്കര അതിശയകരമാണ്. ഈ ബക്കറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, ബക്കറ്റിൽ മീനായിരിക്കുന്നു. ഓരോ പ്രാവശ്യം ഓരോന്ന് കഴിയുന്നു, ഈ 2 മീൻ വീതം അതിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് അത് കറക്റ്റ് ചാടുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചാടണം എന്നൊക്കെ ഇതിനെ പഠിപ്പിച്ച് വെക്കണമെങ്കിൽ വാവ്, ഒരു രക്ഷയില്ല അല്ലേ? യെസ്, ഡോൾഫിൻ ഷോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ പണ്ട് സഞ്ചാരം TV-യിൽ ഇങ്ങനെയുള്ള യാത്രകളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിനിങ്ങനെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനും ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുന്നതും കറങ്ങുന്നതൊക്കെ നിരന്തരം ഞാനത് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. എൻ്റെ മെൻറ്റർ എന്നെ വിളിക്കുന്ന ക്യൂർ ഓഫ് വിഷ്വലൈസേഷൻ എന്നാണ്. ശരിക്കും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെ ഞാൻ നേടാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷ്വലൈസേഷൻ അപാര ശക്തിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വിഷ്വലൈസ് ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാനായിട്ട് കേട്ടോ. പാർട്ട് 3 ഉടനെ തന്നെ റിലീസാവുന്നുണ്ട്. പുത്രനാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എഡിറ്റിങ്ങിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇനി അടുത്തത് ഈ ലയണിൻ്റെ ഷോയാണ്. കുറച്ച് നേരം നമുക്കിത് ആസ്വദിക്കാം. നേരത്തെ ഡോൾഫിൻ്റെ ഷോ നിങ്ങൾ കണ്ടില്ലേ, ഇനി സീ ലയൺ. സീ ലയണിനൊക്കെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. നല്ല ടൈം പാസ്സാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് അവരവിടെ വന്നിട്ട് കൈ കൊട്ടുന്നൊരു സീനുണ്ടോ, അത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. കാണിക്കുന്ന വേറെയുണ്ടോ?
അങ്ങനെ സഫാരി വേൾഡിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടല്, പട്ടായ ഹോട്ടൽ. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. ഹോട്ടലിലെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ സൂപ്പർബാണ്. 3D മോഡലിലാണ് ആ വാളിലെ ഡെക്കറേഷനൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റൂം ടൂർ കാണാം. ഇതായിരുന്നു നമ്മുടെ റൂം. അപ്പോൾ പാർട്ട് 2 ഒന്ന് ചുരുക്കി ചെയ്തേക്കുകയാണ്. നമുക്കിനി പാർട്ട് 3 കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ലവ് യു.